fifth unit of this second block of BSOC 133. That is social fact. Unit's name is social fact. By discussing Durkheim's conception of sociology, we shall focus on three important aspects. They are, first one, general condition for establishment of social science. Second, sociology as a study of social facts. And third, the sociological method. These three important aspects we are considering. First, general conditions for establishment of social science. Second one, sociology as a study of social facts. And the third one, the sociological method. Durkheim was explicitly concerned with outlining the nature and scope of sociology. Durkheim considered social science to be distinct from natural science because social science dealt with human relationships. But Durkheim considered social science to be distinct from natural science. Natural സയൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നാണ് സോഷ്യൽ സയൻസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് സോഷ്യൽ സയൻസ് ഡീൽറ്റ് വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഹവർ ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ നാച്ചുറൽ സയൻസ് കുഡ് ബി യൂസ്ഡ് ഇൻ ദ സോഷ്യൽ സയൻസ് ആസ് വെൽ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സബ്ജക്ട് മാറ്ററിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ നാച്ചുറൽ സയൻസസ്, നാച്ചുറൽ സയൻസ് പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് സോഷ്യൽ സയൻസിനും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹവർ ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ നാച്ചുറൽ സയൻസ് കുഡ് ബി യൂസ്ഡ് ഇൻ ദ സോഷ്യൽ സയൻസ് ആസ് വെൽ. ഹി വാസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ദ നേച്ചർ ഓഫ് സോഷ്യോളജി ആസ് എ സോഷ്യൽ സയൻസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഫിലോസഫി ആൻഡ് സൈക്കോളജി. ഇപ്പൊ ഫിലോസഫി സൈക്കോളജി ഒക്കെ സോഷ്യൽ സയൻസ് ആണെങ്കിലും അതിൽ നിന്ന് മാറി ഒരു നേച്ചറാണ് സോഷ്യോളജിക്ക് അദ്ദേഹം കൊടുത്തത്. ഫിലോസഫി ഈസ് കൺസേൺഡ് വിത്ത് ഐഡിയാസ് ആൻഡ് കൺസെപ്ഷൻസ്. ഫിലോസഫി ആണെങ്കിൽ ഐഡിയാസും കൺസെപ്ഷനും കൊണ്ട് നിറഞ്ഞതാണ്. വേറസ് സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്. അപ്പൊ സയൻസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസും ആണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ. ഫിലോസഫി ഈസ് ദ സോഴ്സ് ഫ്രം വെയർ ഓൾ സയൻസ് ഹാവ് എമർജ്ഡ്. പക്ഷേ നമുക്ക് പറയാം ഫിലോസഫിയാണ് സോഴ്സ് ഫ്രം ഓൾ സയൻസ് ഹാവ് എമർജ്ഡ്. എല്ലാ സയൻസും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഉത്ഭവം എപ്പോഴും ഫിലോസഫിയിൽ നിന്നാണ്. അപ്പൊ ഈ ഫിഗർ അത് ഡിനോട്ട് ചെയ്യണതാണ് കണ്ടോ. ഫിലോസഫിയിൽ നിന്ന് നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും രണ്ട് ഫോംസ് വന്ന് ഇനി നാച്ചുറൽ സയൻസിന്റെ കീഴെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ അങ്ങ് പോകും. സോഷ്യൽ സയൻസിന്റെ കീഴെ സോഷ്യോളജി, മറ്റ് സോഷ്യൽ സയൻസസ് ഒക്കെ വരും. അപ്പോൾ ഫിലോസഫിയിൽ നിന്നാണ് ഈ സയൻസുകളുടെ എല്ലാം ഉത്ഭവം. Durkheim laid down the general conditions for the establishment of social sciences. അദ്ദേഹം കുറെ ജനറൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ സയൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിൽ. ഫസ്റ്റ് വൺ, സയൻസ് ഹി പോയിന്റഡ് ഔട്ട് ഈസ് നോട്ട് കോ എക്സ്റ്റെൻസീവ് വിത്ത് ഹ്യൂമൻ നോളജ് ഓർ തോട്ട്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് കോ എക്സ്റ്റെൻസീവ് വിത്ത് ഹ്യൂമൻ നോളജ് ഓർ തോട്ട്. നോട്ട് എല്ലാ ഹ്യൂമൻ നോളജിലും തോട്ടിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒന്നല്ല സയൻസ്. നോട്ട് എവറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദ മൈൻഡ് ക്യാൻ ഫോർമുലേറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ സയൻസ്. അപ്പൊ മൈൻഡിൽ ഫോം ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ സയൻസ് നൽകണമെന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ സംതിങ് ടു ബി ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഫിലോസഫർ ഓർ ആർട്ടിസ്റ്റ് ആൻഡ് നോട്ട് നെസസറിലി ദ സ്റ്റഫ് ഓഫ് സയൻസ് അറ്റ് ഓൾ. അപ്പൊ അതിൽ തന്നെ ചില സംഗതികൾക്കൊക്കെ ആൻസർ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഫിലോസഫി ആയിരിക്കും, അല്ലെങ്കിൽ ഫിലോസഫറോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സയൻസിൽ നിന്ന് ഉത്തരം കിട്ടണമെന്നില്ല. ദ സയൻസ് ഡീൽസ് വിത്ത് എ സ്പെസിഫൈഡ് ഏരിയ. ഒരു പ്രത്യേക ഏരിയ, സ്പെസിഫൈഡ് ഏരിയനെ കുറിച്ചാണ് സയൻസ് എപ്പോഴും പ്രതിപാദിക്കുന്നത്. ഒരു സബ്ജക്ട് മാറ്റർ ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അതിന് അതിൻ്റെതായ ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ട്. നോട്ട് വിത്ത് ടോട്ടൽ നോളജ്. ടോട്ടൽ നോളജ് അല്ല, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചില സബ്ജക്ട് മാറ്റേഴ്സ്, അതാണ് സയൻസ് ഡീൽ ചെയ്യണത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, സയൻസ് മസ്റ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഫീൽഡ് ഓഫ് എക്സ്പ്ലോർ. സയൻസിന് കണ്ടുപിടിക്കാൻ ഒരു ഡെഫിനിറ്റ് ഫീൽഡ് തന്നെയുണ്ട്. സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് തിങ്സ് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്. സയൻസ് എപ്പോഴും കൺസേൺ ചെയ്യണത് തിങ്സ് ആണ്, അതായത് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ് ആണ്,
വാസ്തവത്തിൽ യാഥാർത്ഥ്യങ്ങൾ, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെയാണ് സയൻസ് എപ്പോഴും ഒബ്സർവ് ചെയ്യണം. ഫോർ സോഷ്യൽ സയൻസ് ടു എക്സിസ്റ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡെഫിനിറ്റ് സബ്ജക്ട് മാറ്റർ. അപ്പൊ സയൻസിന് ഒരു സബ്ജക്ട് മാറ്റർ ഉള്ള പോലെ തന്നെ ഫോർ സോഷ്യൽ സയൻസ് ടു എക്സിസ്റ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡെഫിനിറ്റ് സബ്ജക്ട് മാറ്റർ. സയൻസിന് ഒരു പ്രത്യേക സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കണം. ഫിലോസഫേഴ്സ് ഡർക്കിം പോയിന്റ്സ് ഔട്ട് ഹാവ് ബീൻ അവെയർ ഓഫ് തിങ്സ് കോൾഡ്. അപ്പൊ ഇവിടെ സോഷ്യൽ സയൻസിന്റെ ഒബ്ജക്റ്റീവ് മാറ്റർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത് തിങ്സ് തന്നെയാണ്. കോൾഡ് ലോസ്, അതിനെയാണ് നമ്മൾ ലോസ്, ട്രഡീഷൻ, റിലീജിയൻ ആൻഡ് സോ ഓൺ. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യോളജിയിൽ വരുന്ന സബ്ജക്ട് മാറ്റേഴ്സ്. ബട്ട് ദ റിയാലിറ്റി ഓഫ് ദീസ് വാസ് ഇൻ എ ലാർജ് മെഷർ ഡിസോൾവ്ഡ് ബൈ ദെയർ ഇൻസിസ്റ്റൻസ് ഓൺ ഡീലിംഗ് വിത്ത് ദീസ് ആസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹ്യൂമൻ വിൽ. Inquiry was thus concentrated on the internal will rather than upon external bodies of data. So it is important to look things as they appear in the world. അപ്പോൾ വസ്തുക്കൾ എങ്ങനെ, ഇപ്പൊ സോഷ്യൽ ഫാക്റ്റ് ആണെങ്കിലും അത് എങ്ങനെ നമുക്ക് കാണാം, സ്പർശിക്കാം, അല്ലെങ്കിൽ അതിന്റെ അറിവ് എങ്ങനെ സമ്പാദിക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് തിങ്സ് ആസ് ദേ അപ്പിയർ ഇൻ ദ വേൾഡ്. വേൾഡിൽ എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്യണം, അങ്ങനെ വേണം നമ്മൾ അതിനെ വീക്ഷിക്കുവാനും. സയൻസ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽസ് ബട്ട് ടൈപ്സ്. അപ്പൊ സയൻസ് ആണെങ്കിൽ ഡസ് നോട്ട് ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽസ് ബട്ട് ടൈപ്സ് ഓർ ക്ലാസസ് ഓഫ് സബ്ജക്ട് മാറ്റർ. സയൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെ അല്ല, പക്ഷെ എന്തിനെയാണ് അത് വിവരിക്കുന്നത്? ടൈപ്സ് ഓർ ക്ലാസസ് ഓഫ് സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്ററിന്റെ ടൈപ്സിനെ, ക്ലാസിനെയൊക്കെ കുറിച്ചാണ് സയൻസ് ഡീൽ ചെയ്യണത്. ഇഫ് ഹ്യൂമൻ സൊസൈറ്റീസ് ബി ക്ലാസിഫൈഡ്, അപ്പൊ ഇതുപോലെ ടൈപ്സ് ആയിട്ടും ക്ലാസ് ആയിട്ടും ഹ്യൂമൻ സൊസൈറ്റീനെയും ക്ലാസിഫൈ ചെയ്താൽ ദെൻ ദേ ഹെൽപ്പ് us in arriving at general rules. സയൻസിനെ പോലെ തന്നെ ഇതിലും ജനറൽ റൂൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് ഡിസ്കവർ റെഗുലാരിറ്റീസ് ഓഫ് ബിഹേവിയർ. ഇനി അടുത്ത പോയിന്റ്, സോഷ്യൽ സയൻസ് വിച്ച് ക്ലാസിഫൈസ് ദ വേരിയസ് ഹ്യൂമൻ സൊസൈറ്റീസ്. സോഷ്യൽ സയൻസ് അതിൽ വിച്ച് ക്ലാസിഫൈസ് വേരിയസ് ഹ്യൂമൻ സൊസൈറ്റീസ്, ഡിസ്ക്രൈബ് ദ നോർമൽ ഫോം ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റി. ഓരോ ടൈപ്പ് സൊസൈറ്റിയിലും ഉള്ള നോർമൽ ഫോം ഓഫ് സോഷ്യൽ ലൈഫിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സോഷ്യൽ സയൻസ്. ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടൈപ്പ് ഇറ്റ് സെൽഫ്. ആ ടൈപ്പിനെ വെച്ചിട്ടാണ് അത് ഡിസ്ക്രൈബ് ചെയ്യണം. വാട്ട് എവർ പെർറ്റെയിൻസ് ടു ദ ടൈപ്പ് ഈസ് നോർമൽ. അപ്പൊ ടൈപ്പിലുള്ളത് എന്താണ്, അതെല്ലാം നോർമൽ ആണ്. ആൻഡ് വാട്ട് എവർ ഈസ് നോർമൽ ഈസ് ഹെൽത്തി. നോർമൽ ആയിട്ടുള്ളതെല്ലാം ഹെൽത്തി ആണെന്ന്. The subject matter of science yields general principles of laws. ഇനി സബ്ജക്ട് മാറ്റർ ഓഫ് സയൻസ് നൽകുന്നത് എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോസ്. ഇതാണ് നിയമങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളാണ് സബ്ജക്ട് മാറ്റർ ഓഫ് സയൻസ് നമുക്ക് നൽകുന്നത്. ഇഫ് സൊസൈറ്റീസ് വെർ നോട്ട് സബ്ജക്ട് ടു റെഗുലാരിറ്റീസ്, ഈ സൊസൈറ്റീസിൽ ഇതുപോലെ റെഗുലാരിറ്റീസ് ഇല്ലെങ്കിൽ നോ സോഷ്യൽ സയൻസ് വുഡ് ബി പോസിബിൾ. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ അവിടെ സാധ്യതയില്ല. അപ്പൊ ഇവിടെ റെഗുലാരിറ്റീസ് ഉണ്ട്, അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുകൊണ്ട് സോഷ്യൽ സയൻസ് ഈസ് ഓൾസോ എ sociology is also a science. Durkheim further points out that since the principle that all the phenomena of the universe are closely interrelated has been found to be true in the other domain of nature, it is also valid for human societies, which are a part of nature. In putting forth the idea that there is continuity of the natural and social worlds, social worlds-നും അതുപോലെ നാച്ചുറൽ വേൾഡിനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് ഡർക്കിം ഹാസ് ബീൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കോംറ്റ്. കോംറ്റാണ് ഇത് ആ പോസിറ്റീവ് ലോസ്, 3 ലോസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് കോംറ്റാണ്. അപ്പൊ കോംറ്റിന്റെ അഭിപ്രായം വളരെയധികം ഡർക്കിമിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ പുട്ടിംഗ് ഫോർത്ത് ഐഡിയ ദാറ്റ് ദർ ഇസ് കണ്ടിന്യൂറ്റി ഓഫ് ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ വേൾഡ്സ്, ഡർക്കിം ഹാസ് ബീൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കോംറ്റ്.
although there is continuity between the natural and social words, natural words ഉം social words ഉം തമ്മിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ സോഷ്യൽ ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ഓട്ടോണമസ് എ സ്ഫിയർ ഓഫ് സബ്ജക്ട് മാറ്റർ. അപ്പോൾ ഈ സോഷ്യൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അതിനായിട്ട് മാത്രം ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ട്. ആസ് ഐദർ ദ ബയോളജിക്കൽ ഓർ ദ ഫിസിക്കൽ. ഇപ്പോൾ ഫിസിക്കൽ സയൻസിനോ ബയോളജിക്കൽ സയൻസിനോ ഒരു സബ്ജക്ട് മാറ്റർ ഉള്ളതുപോലെ തന്നെ സോഷ്യൽ സയൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ട്. Durkheim was very much against the view held by some scholars that everything in society should be reduced to human oleation. Next point, finally, to discern the uniformities, types and laws of society, we need a method. അപ്പം ഇതിന് ടൈപ്സ് കിട്ടി, സബ്ജക്ട് മാറ്റർ ഉണ്ട്. അപ്പം ഇനി അത് പഠിപ്പിക്കാൻ ഒരു മെത്തേഡും കൂടി അത്യാവശ്യമാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസും ഒരു സയൻസ് പോലെ അതിൽ എല്ലാ മാറ്റേഴ്സും അതിനകത്തുണ്ട്. ഒരു പ്രത്യേക സബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അത് പഠിപ്പിക്കാനായിട്ട് അതിനായിട്ടുള്ള ഒരു മെത്തേഡും അത്യാവശ്യമാണ്. ദ മെത്തേഡ് ഓഫ് സയൻസ് ആപ്ലിക്കബിൾ ഇൻ ദ ഫീൽഡ് ഓഫ് നാച്ചുറൽ സയൻസ് ആർ വാലിഡ് വിത്തിൻ ദ സോഷ്യൽ ഫീൽഡ്. അപ്പൊ മെത്തേഡ്സ് ഓഫ് സയൻസ് യൂസ് ചെയ്യണം. നാച്ചുറൽ സയൻസിൽ പഠിപ്പിക്കാൻ പ്രയോഗിക്കുന്ന അതേ മെത്തേഡ് നമുക്ക് സോഷ്യൽ ഫീൽഡിലും സോഷ്യൽ സയൻസിനും ആ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. The criteria of a social science which Durkheim set forth at the beginning of his first published work remained to the end of his life the fundamental criteria of social science and the identifying attribute of the field he called sociology. അപ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം കൂടി ചേർന്ന് ആ സബ്ജക്റ്റിനെ അദ്ദേഹം സോഷ്യോളജി ആണെന്ന് സമ്മതിച്ചു. സോഷ്യോളജി ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ജക്ട് മാറ്റർ സോഷ്യൽ ഫാക്ട്സ് ആണെന്ന്. ഇൻ ഡിഫൈനിങ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി 2 ടാസ്ക് ആർ ഇൻവോൾവ്. അപ്പം ഇങ്ങനെ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജിനെ നിർവചിക്കാൻ നേരത്തെ 2 ടാസ്കുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് ഡിഫൈനിങ് ദ ടോട്ടൽ ഫീൽഡ് ഓഫ് സ്റ്റഡി. ടോട്ടൽ ഫീൽഡ് ഓഫ് സ്റ്റഡി ഡിഫൈൻ ചെയ്യണം. ഡിഫൈനിങ് ദ സോർട്ട് ഓഫ് തിങ് വിച്ച് വിൽ ബി ഫൗണ്ട് ഇൻ ദിസ് ഫീൽഡ്. ആ ഫീൽഡിൽ കാണുന്ന തിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് പബ്ലിഷ്ഡ് ഇൻ 1985. Durkheim is concerned with the second task and called social facts the subject matter of sociology. അപ്പൊ അദ്ദേഹത്തിന്റെ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡിൽ 1895 പബ്ലിഷ് ചെയ്ത റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡിൽ ഡർക്കിം ഈസ് കൺസേൺഡ് വിത്ത് ദ സെക്കൻഡ് ടാസ്ക്. അതായത് എന്താണ്? ആൻഡ് കോൾസ് സോഷ്യൽ ഫാക്ട്സ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി. സോഷ്യൽ ഫാക്ട്സ് ആണ് സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡർക്കിം ഡിഫൈൻസ് സോഷ്യൽ ഫാക്ട്സ് ആസ് വേസ് ഓഫ് ആക്ടിങ്, thinking and feeling external to the individual and endowed with a power of coercion by reason of which they control him. ഇപ്പൊ ഡർക്കിം ഒരു ഡെഫിനിഷനും സോഷ്യൽ ഫാക്ട്സിനെ അവിടെ വ്യക്തമാക്കാൻ വേണ്ടി കൊടുത്ത് അതെന്താണ്? സോഷ്യൽ ഫാക്ട്സ് ആസ് വേസ് ഓഫ് തിങ്കിങ്, ആക്ട് ചെയ്യണത്, തിങ്ക് ചെയ്യണത്, ഫീൽ ചെയ്യണതിൻ്റെ ഒക്കെ വഴികൾ. വേസ് ഓഫ് ആക്ടിങ്, തിങ്കിങ് ആൻഡ് ഫീലിംഗ് എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വലിന് ബാഹ്യമായിട്ടാണ്. അതിൻ്റെ എൻഡോഡ് വിത്ത് എ പവർ ഓഫ് കോവേർഷൻ. പക്ഷെ ഇൻഡിവിജ്വലിന്റെ മുകളിലൊരു പവർ ഓഫ് കോവേർഷൻ, ഒരു കടിഞ്ഞാൻ, ഒരു കൺട്രോൾ ഈ സോഷ്യൽ ഫാക്ട്സ് ചെലുത്തുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഡർക്കിം സൊസൈറ്റി ഈസ് എ റിയാലിറ്റി. സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു റിയാലിറ്റിയാണ്. സൂയി ജനറസ്, അത് സൂയി ജനറസ് ആണെന്നാണ് പറയുന്നത്. അതായത് തന്നെ ആരും ഉൽപ്പാദിപ്പിച്ചതല്ല, അത് സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്. സൊസൈറ്റി കംസ് ഇൻ ടു ബീയിങ് ബൈ ദ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഒന്ന് ചേരുമ്പോഴാണ് സൊസൈറ്റി രൂപീകൃതമാകുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽസിന് മുമ്പേ സൊസൈറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സൂയി ജനറൽസ്. ഹെൻസ് സൊസൈറ്റി റെപ്രസെന്റ്സ് എ സ്പെസിഫിക് റിയാലിറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക യാഥാർത്ഥ്യതയാണ്. വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ റിയാലിറ്റിക്ക് അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളും ഉണ്ട്. ദിസ് യുണീക്ക് റിയാലിറ്റി ഓഫ് സൊസൈറ്റി സെപ്പറേറ്റഡ് ഫ്രം അതർ റിയാലിറ്റി സ്റ്റഡീഡ് ബൈ ഫിസിക്കൽ ഓർ ബയോളജിക്കൽ സയൻസസ്.
Further, social realities apart from individual and is over and above them. Thus, the reality of society must be the subject matter of sociology. അപ്പോൾ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ആ റിയാലിറ്റിയാണ്, അതായത് സോഷ്യൽ ഫാക്ട്സ് ആണ്. സോഷ്യൽ ഫാക്ട്സിന്റെ നിർവചനം വീണ്ടും കൊടുക്കുകയാണ്. ഡർക്കിം ബേസ്ഡ് ഈസ് സയന്റിഫിക് വിഷൻ ഓഫ് സോഷ്യോളജി ഓൺ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് സോഷ്യൽ ഫാക്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം, അതാണ് ദ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് സോഷ്യൽ ഫാക്ട്സ്. സോഷ്യൽ ഫാക്ട് ഈസ് ദാറ്റ് വേ ഓഫ് acting, thinking or feeling which is more or less general in a given society. Durkheim treated social facts as things. അപ്പം ഡർക്കിം ഇവിടെ സോഷ്യൽ ഫാക്ട്സിനെയാണ് സയൻസിൽ, നാച്ചുറൽ സയൻസിന് തിങ്സിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന തിങ്സ് ആണ് സോഷ്യൽ ഫാക്ട്സ് എന്ന് അദ്ദേഹം വിവരിച്ച്. Types of social facts. Durkheim saw social facts as lying along a ഒരു കണ്ടിന്യൂ ആയിട്ടാണ് സോഷ്യൽ ഫാക്ട്സ് ഉള്ളതെന്നാണ് ഡർക്കിം പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ വൺ എക്സ്ട്രീം ആർ സ്ട്രക്ചറൽ ഓർ മോർഫോളജിക്കൽ സോഷ്യൽ ഫിനോമിന. അപ്പോൾ ഒരു ഭാഗത്തുള്ളത് എക്സ്ട്രീം, ഓൺ വൺ എക്സ്ട്രീം ആർ സ്ട്രക്ചറൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ സോഷ്യൽ ഫിനോമിനയാണ്. അപ്പൊ ഇതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈ ദിസ് ഹി മീൻ ദ നമ്പർ ആൻഡ് നേച്ചർ ഓഫ് എലിമെന്റ്സ് പാർട്സ് ഓഫ് വിച്ച് സൊസൈറ്റി ഈസ് കമ്പോസ്ഡ്, the way in which the morphological constituents are arranged and the degree to which they are fused together. അപ്പൊ ഈ മോർഫോളജിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ഈ എക്സ്ട്രീം സ്ട്രക്ചറൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ അദ്ദേഹം കൊണ്ടുവന്നേക്കണേ. ഇൻ ദിസ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഫാക്ട്സ് ആർ ഇൻക്ലൂഡഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് population over the surface of the territory. ടെറിട്ടറിയിലെ സർഫസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ദ ഫോംസ് ഓഫ് ഡ്വെല്ലിങ്സ്, അതുപോലെ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എക്സെട്ര. സെക്കൻഡ് ടൈപ്സ് എന്ന് പറയുന്നത് there are institutional forms of social facts. ഈ ടൈപ്സ് ഓഫ് സോഷ്യൽ ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡ്ലി there are institutionalized forms of social facts. They are more or less general and widely spread in society. മറ്റത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോംസ് ഓഫ് സോഷ്യൽ ഫാക്ട്സ് ആണ്. അപ്പൊ they are more or less general and widely spread in society. സൊസൈറ്റിയിൽ കൂടുതലും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസ് ഓഫ് സോഷ്യൽ ഫാക്ട്സ് ആണ്. They represent the collective nature of the society as a whole. അണ്ടർ ദിസ് കാറ്റഗറി, അതായത് ഈ സെക്കൻഡ് കാറ്റഗറിയിൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസ് ഓഫ് സോഷ്യൽ ഫാക്ട്സിൽ വരുന്നതാണ് ലീഗൽ ആൻഡ് മോറൽ റൂൾസ്, റിലീജിയസ് ഡോഗ്മ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് പ്രിവൈലന്റ് ഇൻ എ സൊസൈറ്റി. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ്ലി there are social facts which are not institutionalized. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലാത്ത സോഷ്യൽ ഫാക്ട്സ്, അത് നോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സോഷ്യൽ ഫാക്ട്സ് ആണ് തേർഡ് ടൈപ്പിൽ വരുന്നത്. സച്ച് സോഷ്യൽ ഫാക്ട്സ് ഹാവ് നോട്ട് യെറ്റ് അക്യൂർഡ് ക്രിസ്റ്റലൈസ്ഡ് ഫോം. അതിനൊരു ക്രിസ്റ്റലൈസ്ഡ് ഫോം ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ദേ ലൈ ബിയണ്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോംസ് ഓഫ് സൊസൈറ്റി. Also, this category of social facts have not attained a total objective and independent existence. ഇപ്പോഴും അതിനൊരു ടോട്ടൽ ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല കമ്പയർ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വൺസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്സിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ അതുപോലെ അത്ര ക്ലിയർ അല്ല ഈ തേർഡ് ടൈപ്പ് social facts. Also, their externality to the ascendancy over and above individual is not yet complete. These social facts have been termed as a social kinds. അപ്പോൾ ഈ ടൈപ്പ് സോഷ്യൽ ഫാക്ട്സിനെ ടേം ചെയ്തിരിക്കുന്നത് സോഷ്യൽ കറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന് ഉദാഹരണം സ്പോർഡിക് കറൻസ് ഓഫ് ഒപ്പീനിയൻ ജനറേറ്റഡ് ഇൻ എ സ്പെസിഫിക് സിറ്റുവേഷൻസ്. ഒരു പ്രത്യേക സിറ്റുവേഷൻസിൽ അഭിപ്രായപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ കറന്റ് ഒപ്പീനിയൻസ്. അതുപോലെ എൻത്യൂസിയാസ്യം ജിയേർഡ് ഇൻ എ ക്രൗഡ്, ഒരു ക്രൗഡിന് വരുന്ന എൻത്യൂസിയാസ്യം, ചില പ്രത്യേക മൊമെന്റിൽ ആളുകൾ ഒന്നിച്ചു കൂടിയ സ്ഥലത്ത് ഉണ്ടാകുന്ന ആ എൻത്യൂസിയാസം. ട്രാൻസിസ്റ്ററി ഔട്ട്ബ്രേക്സ് ഇൻ ആൻ അസംബ്ലി ഓഫ് പീപ്പിൾ, സെൻസ് ഓഫ് ഇൻഡിഗ്നിറ്റി ഓർ പിറ്റി അറൗസ്ഡ് ബൈ എ സ്പെസിഫിക് ഇൻസിഡൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ അൺഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് social facts. All the above mentioned social facts form a continuum and constitute a social milieu of society.
Further, Durkheim made an important distinction in terms of normal and pathological social facts. നോർമലും പാത്തോളജിക്കലും ആയിട്ടുള്ള സോഷ്യൽ ഫാക്ട്സ് ഉണ്ട്. അതിന്റെ വ്യത്യാസവും കൂടി ഇവിടെ ഡർക്കിം പറയുന്നുണ്ട്. എ സോഷ്യൽ ഫാക്ട് ഈസ് നോർമൽ വെൻ ഇറ്റ് ഈസ് ജനറലി എൻകൗണ്ടേർഡ് ഇൻ എ സൊസൈറ്റി ഓഫ് എ സർട്ടൺ ടൈപ്പ് അറ്റ് എ സർട്ടൺ ഫേസ് ഇൻ ഇറ്റ്സ് എവല്യൂഷൻ. അതിന്റെ എവല്യൂഷനിൽ സോഷ്യൽ ഫാക്ട്സ് ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുന്നത്, അതായത് നോർമൽ ആയിട്ട് ഇപ്പൊ സൊസൈറ്റിയിൽ ഒരു നോർമൽ കണ്ടീഷനിൽ നോർമലായിട്ട് നിലനിൽക്കുന്ന ആ സോഷ്യൽ ഫാക്ട്സ്. എവരി ഡീവിയേഷൻ ഫ്രം ദി സ്റ്റാൻഡേർഡ് ഈസ് പാത്തോളജിക്കൽ. അപ്പൊ ഒരു നോർമൽ സ്റ്റേജിലുള്ള ആ ടൈപ്പ് സോഷ്യൽ ഫാക്ട്സിനെ നോർമൽ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയും. ആ നോർമാലിറ്റിയിൽ നിന്ന്, ആ നോർമൽ സ്റ്റേജിൽ നിന്ന് ഡീവിയേഷൻ വരുമ്പോൾ അത് ദാറ്റ് ഈസ് കോൾഡ് പാത്തോളജിക്കൽ ഫാക്ട്. അപ്പൊ അതിനെ പാത്തോളജിക്കൽ ഫാക്ട്, ഒരു രോഗാവസ്ഥയിലുള്ള അവസ്ഥയായി മാറും. അപ്പൊ അതിനെ പാത്തോളജിക്കൽ ഫാക്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സം ഡിഗ്രി ഓഫ് ക്രൈം ഈസ് ഇന്നവിറ്റബിൾ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു പരിധി വരെ ക്രൈം, കുറച്ച് ക്രൈമൊക്കെ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവും. ഹെൻസ് അക്കോർഡിംഗ് ടു ഡർക്കിം, ക്രൈം ടു ദാറ്റ് എക്സ്റ്റെന്റ്, ആ നോർമൽ ലെവലിൽ കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ക്രൈം വരികയാണെങ്കിൽ, ഹെൻസ് അക്കോർഡിംഗ് ടു ഡർക്കിം, ക്രൈം ടു ദാറ്റ് എക്സ്റ്റെന്റ് ഈസ് എ നോർമൽ ഫാക്ട്. അപ്പൊ ആ ഒരു എക്സ്റ്റെന്റ് വരെയും, ഒരു പരിധി വരെയും കുറച്ച് ക്രൈം എല്ലാ സൊസൈറ്റീസിലും ഉണ്ടാവും. ആ സ്റ്റേജ് നോർമൽ ഫാക്ട് ആണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടായിട്ട് പിന്നെ റേറ്റ് ഓഫ് ക്രൈം അങ്ങ് വലുതായിട്ട് കൂടുതൽ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനെ പാത്തോളജിക്കൽ ഫാക്ട് എന്ന് പറയും. ഹവർ ആൻ എക്സ്ട്രാ ഓർഡിനറി ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ക്രൈം ഈസ് പാത്തോളജിക്കൽ. A general weakening in the moral condemnation of crime and certain type of economic crisis leading to anarchy in society are other examples of pathological facts. The main characteristics of social facts. The main characteristics of social facts are externality. First characteristics are externality. Second, constraint. Third one, independence. Fourth, generality. ഈ 4 characteristics ആണ് ഒരു സോഷ്യൽ ഫാക്ട് മെയിൻ ആയിട്ടുള്ളത്. എക്സ്റ്റേണാലിറ്റി, കൺസ്ട്രെയിന്റ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ജനറാലിറ്റി. Social facts, according to Durkheim, exist outside individual consciousness. അപ്പൊ അക്കോർഡിംഗ് ടു ഡർക്കിം, സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിന് പുറത്താണ്. ദെയർ എക്സിസ്റ്റ് ഈസ് എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽസ്. ഫോർ എക്സാമ്പിൾ, അതാണ് എക്സ്റ്റേണലിറ്റി എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഡൊമസ്റ്റിക് ഓർ സിവിക് ഓർ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആർ ഡിഫൈൻഡ് എക്സ്റ്റേണലി ടു ദ ഇൻഡിവിജ്വൽ ഇൻ ലോസ് ആൻഡ് കസ്റ്റംസ്. ഇപ്പൊ ലോസ്, കസ്റ്റംസ്, ഇതെല്ലാം സോഷ്യൽ ഫാക്ട്സ് ആണ്. അത് വ്യക്തിക്ക് പുറത്തുള്ളതാണ്. റിലീജിയസ് ബിലീഫ്സ്, അതുപോലെ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ആൻഡ് പ്രയർ ടു ദ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ ജനിക്കണക്ക് മുമ്പ് തന്നെ റിലീജിയസ് ബിലീഫ്സ് ഉണ്ട്, പ്രാക്ടീസസ് ഉണ്ട്, പ്രാർത്ഥനാ രീതികളുണ്ട്. അത് ബാഹ്യമായിട്ടുള്ളതാണ്. പക്ഷെ an individual takes birth in a society and leaves it after birth, death. However, social facts are already given in society and remain in existence irrespective of birth or death of an individual. അപ്പൊ ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഈ സോഷ്യൽ ഫാക്ട്സ് ആളുകൾ മരിക്കുമ്പോൾ അത് അങ്ങനെ തുടർന്നു, ജനിച്ചാലും മരിച്ചാലും ഒരു ജനറേഷൻ കഴിഞ്ഞ് വേറൊരു ജനറേഷൻ വന്നാലും ഇതങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലാംഗ്വേജ്, അതിന് ഉദാഹരണമാണ് ലാംഗ്വേജ്, ഒരു ഭാഷ. ഇപ്പോൾ ഞാനൊരു ഭാഷ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭാഷ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ ഭാഷയുടെ നിലനിൽക്കും. ഫോർ എക്സാമ്പിൾ, ലാംഗ്വേജ് കണ്ടിന്യൂസ് ടു ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ. ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഫാക്ട് ഈസ് ദാറ്റ് ഇറ്റ് എക്സസൈസ് എ കൺസ്ട്രെയിൻഡ് ഓൺ ഇൻഡിവിജ്വൽ. വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന്. ഇറ്റ് ഈസ് എക്സസൈസ് എ കൺസ്ട്രെയിൻഡ് ഓൺ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൽ ഒരു ഹോൾഡ് ഉണ്ട്, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ ഫാക്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഫോഴ്സസ് ഇറ്റ്സെൽഫ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലോ, എഡ്യൂക്കേഷൻ, ബിലീഫ്സ് എക്സെട്ര ആർ ഓൾറെഡി ഗിവൺ ടു എവരി വൺ ഫ്രം വിത്തൗട്ട്. They are commanding and obligatory for all. അപ്പൊ ഈ പറഞ്ഞതുമെല്ലാം കമാൻഡിങ് ആണ്, ഒബ്ലിഗേറ്ററി ഫോർ ഓൾ ആണ്. There is constraint when in a crowd a feeling or thinking imposes itself on everywhere. Such a phenomenon is typically social because its subject is the group as a whole and not one individual in
particular. A social fact is that which has more or less general occurrence in a society. In some, the social fact is specific. അപ്പോൾ social fact സ്പെസിഫിക് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണാലിറ്റി ഉണ്ട്, കൺസ്ട്രെയിൻ്റ് ആണ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ജനറാലിറ്റി. ഇതെല്ലാമാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ചെക്ക് യുവർ പ്രോഗ്രസ് 1 എന്നുള്ളിടത്ത് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതെല്ലാം വായിച്ചിട്ട് തന്നെ നോക്കി പഠിച്ചിരിക്കണം. കറക്റ്റ് ആൻസർ അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് 1 വേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്നും സാധാരണ വരാറുള്ളതാണ്. ഇനി അടുത്തത് എക്സ്റ്റേണാലിറ്റി ആൻഡ് കൺസ്ട്രെയിൻറ്റ്. ആ 2 കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയണേന്. We shall examine the criteria of externality and constraint in some detail. There are 2 related sense in which social facts are external to the individual. അപ്പോൾ 2 relative facts ആണ്. റിലേറ്റഡ് സെൻസസ് ആണുള്ളത്. സോഷ്യൽ ഫാക്ട്സ് എക്സ്റ്റേണൽ ആണെന്നുള്ളതിൽ അതിൽ ഫസ്റ്റ് എവരി ഇൻഡിവിജ്വൽ ഇസ് ബോൺ ഇൻ ടു ആൻ ഓൺ ഗോയിങ് സൊസൈറ്റി. ഒരു പ്രചാരത്തിലുള്ള സൊസൈറ്റിയിലാണ് ഓരോ വ്യക്തികളും ജനിക്കുന്നത്. വിച്ച് ഓൾറെഡി ഹാസ് എ ഡെഫിനിറ്റ് ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ. അപ്പോൾ ആ സൊസൈറ്റിക്ക് ഒരു ഡെഫിനിറ്റ് ഓർഗനൈസേഷനും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. ദെയർ ആർ വാല്യൂസ്, നോംസ്, ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ്. അപ്പോൾ അവിടെ വാല്യൂസ് ഉണ്ട്, നോംസ് ഉണ്ട്, മൂല്യങ്ങൾ, നോംസ്, ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ആർ ഇൻഡിവിജ്വൽസ് ഫൈൻസ് റെഡിമെയ്ഡ് അറ്റ് ബർത്ത്. അപ്പോൾ അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്കത് സോഷ്യലൈസേഷൻ മൂലം അത് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ ആ സ്ഥലത്ത് നിലനിൽക്കുന്ന വാല്യൂസ്, നോംസ്, ബിലീവ്സ് ഒക്കെ ഇയാളുടെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. സിൻസ് ദീസ് സോഷ്യൽ ഫിനോമിന എക്സിസ്റ്റ് പ്രയർ ടു ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വൽ ജനിക്കുന്നതിന് മുമ്പേ ഈ സോഷ്യൽ ഫിനോമിന ഉണ്ടായിരുന്നു. ആൻഡ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി. അതിനൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. ദേ ആർ എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽ. അത് ഇൻഡിവിജ്വലിന് പുറത്തുള്ളതുമാണ്. സെക്കൻഡ്ലി, സോഷ്യൽ ഫാക്ട്സ് ആർ എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽ ഇൻ ദ സെൻസ് ദാറ്റ് എനി വൺ ഇൻഡിവിജ്വൽ ഈസ് ഓൺലി എ സിംഗിൾ എലിമെന്റ് വിത്തിൻ ദ ടോട്ടാലിറ്റി ഓഫ് റിലേഷൻഷിപ്പ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ സൊസൈറ്റി. അതാണ് സെക്കൻഡ് ഫാക്ട്. The second criteria by which social facts are defined is the moral constraint they exercise on the individual. In second criteria എന്ന് പറയുന്ന which social facts are defined ചെയ്യുമ്പോഴുള്ള സെക്കൻഡ് ക്രൈറ്റീരിയ, അതായത് is the moral constraint. അതൊരു മോറൽ കൺസ്ട്രെയിൻറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തികളുടെ മേൽ. When the individual attempts to resist social facts, they assert themselves. ഇൻഡിവിജ്വൽ അത് തടയാൻ നോക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് തെളിഞ്ഞു വരും. The assertion may range from a mild ridicule or to social isolation and moral and legal sanctions. അപ്പോൾ ഇത് ചിലപ്പോൾ കളിയാക്കലിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിൻ്റെ രീതിയിലോ അങ്ങനെ അല്ലെങ്കിൽ ലീഗൽ സാങ്ഷനിൽ കൂടിയൊക്കെ ഇത് തെളിഞ്ഞു വരും. However, in most circumstances, individuals conform to social facts and therefore do not consciously feel their constraining character. This conformity is not much due to the fear of sanctions being applied as the acceptance of the legitimacy of the social facts. ഇനി അടുത്തത് അപ്പോൾ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി സോഷ്യൽ ഫാക്റ്റ് ആണ്. സോഷ്യൽ ഫാക്റ്റിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ അതിൻ്റെ ടൈപ്സ് ഏതെല്ലാമാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വിശേഷത എന്താണെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇനി ഈ സബ്ജക്ട് മാറ്റർ പഠിക്കാനായിട്ടൊരു സോഷ്യോളജിക്കൽ മെത്തേഡ് കൂടിയുണ്ട്. ദ സോഷ്യോളജിക്കൽ മെത്തേഡാണ് അടുത്തത്. ഹാവിംഗ് ഡിഫൈൻഡ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി, Durkheim describes the method to study it. His sociological method rests primarily on the experience of biology, which had emerged by then as a science of living beings. ലിവിങ് ബീങ്സിനെ പഠിക്കാനായിട്ട് ബയോളജി അതെല്ലാം മെത്തേഡ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്ററെ പഠിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൂൾസ് ഫോർ ദ ഒബ്സർവേഷൻ ഓഫ് സോഷ്യൽ ഫാക്ട്സ്. ഈ സോഷ്യൽ ഫാക്ട്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് ചില റൂൾസ് ഉണ്ട്.
അപ്പോൾ ഡർക്കിൻ സെഡ് ദാറ്റ് സോഷ്യൽ ഫാക്ട്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് തിങ്സ്. സോഷ്യൽ ഫാക്ട്സിനെ നമ്മൾ വസ്തുക്കളായിട്ട് കണക്കാക്കണം, തിങ്സ് ആയിട്ട് കണക്കാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആസ് തിങ്സ് ദേ ഹാവ് ടു ബി സ്റ്റഡീഡ് ബൈ ദ എംഫറിക്കൽ മെത്തഡ്. അപ്പൊ തിങ്സിനെ പഠിക്കുന്നത് നമ്മുടെ അറിവ്, അതിനെ തൊട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. തിങ്സ് ദേ ഹാവ് ടു ബി സ്റ്റഡീഡ് ബൈ ദ എംഫറിക്കൽ മെത്തേഡ്, അനുഭവത്തിലൂടെയാണ് പഠിക്കണം മെത്തേഡ്, ആൻഡ് നോട്ട് ഡയറക്റ്റ് ഇൻറ്റ്യൂഷൻ. And also they cannot be modified by a simple effort of the will. While studying social facts as things, അപ്പോൾ social factsനെ തിങ്സ് ആയിട്ട് പഠിക്കുമ്പോൾ the following 3 rules have to be followed in order to be objective. അപ്പോൾ അത് ഒബ്ജക്റ്റീവ് സ്റ്റഡി ആകാൻ വേണ്ടിയിട്ട് 3 റൂൾസ് യൂസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 3 റൂൾസ് അനുസരിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഓൾ പ്രീ കൺസെപ്ഷൻസ് മസ്റ്റ് ബി ഇറാഡിക്കേറ്റഡ്. പഠിക്കുന്നയാളുടെ അല്ലെങ്കിൽ ആ ഗവേഷകനിൽ ഉള്ള എല്ലാ പ്രീ കൺസെപ്ഷനും, മുൻധാരണകളെല്ലാം മാറ്റി വെച്ചിട്ട് വേണം ആ സോഷ്യൽ തിങ്സിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള മുൻധാരണകൾ മാറ്റി വെച്ചിട്ട് വേണം പഠിക്കേണ്ടത്. സോഷ്യോളജിസ്റ്റ് മസ്റ്റ് എമാൻസിപ്പേറ്റ് ദെംസെൽസ് ഫ്രം ദ കോമൺ പ്ലേസ് ഐഡിയാസ് ദാറ്റ് ഡൊമിനേറ്റ് ദ മൈൻഡ് ഓഫ് ദ ലേ പേഴ്സൺ ആൻഡ് അഡോപ്റ്റ് ആൻ എമോഷണലി ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അയാളുടെ മനസ്സിൽ ആ സംഗതിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണകൾ ഉണ്ടെങ്കിൽ ആ ധാരണകളെയൊക്കെ മാറ്റിയിട്ട് ഇമോഷണലി ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് വേണം ഈ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതും പഠിക്കേണ്ടതും. സോഷ്യോളജിസ്റ്റ് ഹാവ് ടു ഫോർമുലേറ്റ് ദ കൺസെപ്റ്റ് പ്രിസൈസ്ലി. അതുപോലെ തന്നെ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് വേണം ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. അറ്റ് ദ outset of the research, the sociologists are likely to have a very little knowledge of the phenomena in question. Therefore, they must proceed by conceptualizing their subject matter in terms of those properties which are external enough to be ഒബ്സർവ്. അപ്പൊ ആദ്യം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വളരെ കുറച്ച് അറിവുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ വീണ്ടും വീണ്ടും അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവേഷകന്റെ മനസ്സിൽ, ഈ സോഷ്യോളജിസ്റ്റിന്റെ മനസ്സിൽ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും. പ്രോപ്പർട്ടീസ് വിച്ച് ആർ എക്സ്റ്റേണൽ എനഫ് ടു ബി ഒബ്സർവ്ഡ്. ദസ് ഇൻ ഡിവിഷൻ ഓഫ് ലേബർ, ദ ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി ഇൻ എ സൊസൈറ്റി ക്യാൻ ബി റിസീവ്ഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ ടൈപ്പ് ഓഫ് ലോ. അതായത് റെപ്രസീവ് ഓർ റെസ്ട്രിക്റ്റീവ്, ക്രിമിനൽ ഓർ സിവിൽ ലോ ഒക്കെ നോക്കിയിട്ട് സോളിഡാരിറ്റി മനസ്സിലാക്കാൻ പറ്റും, വിച്ച് ഈസ് ഡോമിനന്റ് ഇൻ ദ സൊസൈറ്റി. Third law, when sociologists undertake the investigation of some order of social fact, they must consider them from an aspect that is independent of their individual manifestations. അവരുടെ ഇൻഡിവിജ്വൽ മാനിഫെസ്റ്റേഷൻസിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അത് സ്വതന്ത്ര രൂപത്തിലെ അതിനെ നമ്മൾ വീക്ഷിക്കാവൂ. The objectivity of social fact depends on their being separated from individual facts. അപ്പൊ ഇൻഡിവിജ്വൽ ഫാക്ട്സിൽ നിന്ന് മാറ്റി നിർത്തിയ മാത്രം ആ സോഷ്യൽ ഫാക്ട്സിന് അതിൻ്റെതായ ഒബ്ജക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ. വിച്ച് എക്സ്പ്രസ് ദം. സോഷ്യൽ ഫാക്ട്സ് പ്രൊവൈഡ് എ കോമൺ സ്റ്റാൻഡേർഡ് ഫോർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ലീഗൽ റൂൾസ്, മോറൽ റെഗുലേഷൻസ്, പ്രോവർബ്സ്, സോഷ്യൽ കൺവെൻഷൻസ്. ഈ രീതിയിലൊക്കെ സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നിഷ്പക്ഷ രൂപത്തിൽ വേണം നിരീക്ഷിക്കാൻ. ഇറ്റ് ഈസ് ദീസ് ദാറ്റ് sociologists must study to gain an understanding of social life. റൂൾസ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു റൂൾസ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ ഫോംസ്. ഇനി അടുത്ത റൂൾസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ടൈപ്സ്. സോഷ്യൽ ടൈപ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? റൂൾസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ടൈപ്സ്. There have been 2 opposing conceptions of collective life among scholars. Some historians hold that each society is unique and so we cannot compare societies. ഇപ്പൊ ചിലർ പറയുന്നത് ഓരോ സൊസൈറ്റിയും പ്രത്യേകത തന്നെ ഉള്ളതാണ്, രണ്ടും വ്യത്യസ്ത പ്രത്യേകതകൾ ഉള്ളതാണ്, അതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന്. ഓൺ ദ അതർ ഹാൻഡ്, ഫിലോസഫേഴ്സ് ഹോൾഡ് ദാറ്റ് ഓൾ സൊസൈറ്റീസ് ബിലോങ് ടു വൺ സ്പീസീസ്. എല്ലാ സൊസൈറ്റിയിലും ഓരോ സ്പീസീസ് ആണുള്ളത്, ഹ്യൂമൻ സ്പീസീസ്, ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദ ജനറൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ ദാറ്റ് ഓൾ സോഷ്യൽ എവല്യൂഷൻസ് ഫ്ലോസ്. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. അപ്പൊ എല്ലാത്തിലും ഉള്ളത് ഹ്യൂമൻ സ്പീസീസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് പോസിബിൾ
ഇൻഡിസ്പെൻസിബിൾ എന്നാണ് അവിടെ പറയുന്നത്. ഡർക്കിം ടേക്സ് ആൻ ഇന്റർമീഡിയറി പൊസിഷൻ. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു പൊസിഷനാണ് ഡർക്കിം എടുത്തത്. ഇനി ഇതിന്റെ ടൈപ്പിനെ പഠിക്കും. ഡർക്കിം യൂസസ് ദ ടേം സോഷ്യൽ മോർഫോളജി ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ടൈപ്പ്. സോഷ്യൽ ടൈപ്സ് പഠിക്കാനുള്ള ആ ക്ലാസിഫിക്കേഷന് ഡർക്കിം ടേം ചെയ്തത് സോഷ്യൽ മോർഫോളജി എന്നാണ്. The word type means the common characteristics of several units in a group. അതായത് ഒരു ഗ്രൂപ്പിലെ കുറെ യൂണിറ്റ്സിനെയാണ് ഈ ടൈപ്പ് എന്നുള്ള ആ ശബ്ദം കൊണ്ട് അദ്ദേഹം വിവക്ഷിക്കുന്നത്. അതായത് ബാച്ചിലേഴ്സ്, അവിവാഹിതർ, ആൻഡ് മാരീഡ് പേഴ്സൺസ്. അപ്പോൾ ബാച്ചിലേഴ്സ് ഒരു ടൈപ്പ്, മാരീഡ് പേഴ്സൺസ് വേറൊരു ടൈപ്പ്, ബിലോങ്ങിങ് ടു ടു ടൈപ്സ്. ആൻഡ് ഡർക്കിം വാസ് ഏബിൾ ടു ഷോ ദാറ്റ് സൂയിസൈഡ് റേറ്റ്സ് ആർ ഫൗണ്ട് മോർ എമംഗ് ദ ബാച്ചിലേഴ്സ്. ബാച്ചിലേഴ്സിന്റെ അടക്കാണ് സൂയിസൈഡ് പവർ റേറ്റ് ഏറ്റവും കൂടുതലെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചായിരുന്നു. Rules for the explanation of social facts, which may be used in the explanation of social facts. രണ്ട് തരം അപ്രോച്ചസ് ആണ്. ഒന്ന് കാഷ്വൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഫങ്ഷണൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വൈ ദ ഫോമർ ഈസ് കൺസേൺഡ് വിത്ത് എക്സ്പ്ലെയിനിങ് വൈ ദ സോഷ്യൽ ഫിനോമിന ഇൻ ക്വസ്റ്റ്യൻ എക്സിസ്റ്റ്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ഫോർമർ, അതായത് കാഷ്വൽ, അത് കൺസേൺ ചെയ്യണത് എക്സ്പ്ലെയിനിങ് വൈ ദ സോഷ്യൽ ഫിനോമിന ഇൻ ക്വസ്റ്റ്യൻ എക്സിസ്റ്റ്. ക്വസ്റ്റ്യനിലുള്ള സോഷ്യൽ ഫിനോമിന എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യണതെന്ന്. ദ ലേറ്റർ ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ ഫാക്ട് അണ്ടർ കൺസിഡറേഷൻ ആൻഡ് ദ ജനറൽ നീഡ്സ് ഓഫ് ദ സോഷ്യൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ കാണിക്കുന്നത് നീഡ്സ് ഓഫ് ദ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. How എന്നുള്ളത് having distinguished between the two approaches to explain social facts, Durkheim next concern is to determine the method by which they may be developed. The two approaches used in the explanation of social facts are causal and functional. അപ്പോൾ സോഷ്യൽ ഫാക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രണ്ട് അപ്രോച്ചസ് ആണ്. ഒന്ന് കാഷ്വൽ, അതായത് functional. Casual is concerned with explaining why the social facts exist. അപ്പൊ കാഷ്വൽ എന്നുള്ളത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് why the social facts exist എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ഇനി ഫങ്ഷണൽ എക്സ്പ്ലെയിൻസ് സോഷ്യൽ ഫാക്ട് ബൈ ഷോയിങ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ നീഡ് എന്താണെന്നാണ് ഫങ്ഷണൽ എന്നുള്ള ആ അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Need of a society that it fulfills. Both are required to give a complete explanation of a social fact. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ രണ്ട് കാര്യങ്ങളും ഹൗ, വൈ ആൻഡ് ഹൗ, കാഷ്വൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് രണ്ടും അത്യാവശ്യമാണ്. ലോജിക്കലി കാഷ്വൽ എക്സ്പ്ലനേഷൻ ഷുഡ് കം ബിഫോർ functional explanation because under certain circumstances the cause gives us some insight into the possible functions. ഇനി രണ്ടു തരം സോളിഡാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നുള്ളത് എപ്പോഴും ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായിരുന്നത്? പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നതാണ്. അന്ന് പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ ആവശ്യങ്ങളെല്ലാം പരിമിതമായിരുന്നു. വളരെ കുറച്ച് ആളുകൾ ചെറിയ ഗോത്രങ്ങളായിട്ട് സെഗ്മെന്റഡ് രൂപത്തിൽ താമസിച്ചിരുന്നതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സോളിഡാരിറ്റിയാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക, ഒരേപോലെ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അടുത്ത യൂണിറ്റിൽ ഈ മെക്കാനിക്കൽ സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിലെ ആ കണ്ടന്റിലും എന്നതും അതിലെ
പ്രിമിറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സെഗ്മെന്റൽ സൊസൈറ്റിയിൽ നിന്നിരുന്ന സോളിഡാരിറ്റിനെ നമ്മൾ പറഞ്ഞിരുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നാണ്. അതുപോലെ അവിടെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക, വ്യത്യസ്തതകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരു മെക്കാനിക്കൽ രൂപം, യാന്ത്രിക രൂപത്തിലുള്ള ഒരു സോളിഡാരിറ്റിയാണ് അവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക, ഒരേപോലെ പ്രവർത്തിക്കുക, ഒരേ ജീവിത രീതികൾ പിന്തുടരുക. അപ്പൊ അതുകൊണ്ട് അവിടെ വ്യത്യസ്തത കുറവായിരുന്നു. അപ്പൊ അവിടെ ഒരു കൺട്രോൾഡ് കോൺഷ്യസ്നെസ്, അവിടെ ഒരു കോമൺ കോൺഷ്യസ്നെസ്, ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ട്. ആ പൊതുബോധം സാമാന്യതയിൽ നിന്ന്, ഒരേപോലെ സാമ്യതയിൽ നിന്നുണ്ടായതാണ്. എന്നാൽ സൊസൈറ്റി കൂടുതൽ വികസിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സോളിഡാരിറ്റിയാണ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ അവിടെ ഈ ഡിവിഷൻ ഓഫ് ലേബർ മൂലം സൊസൈറ്റി കൂടുതൽ പ്രോഗ്രസ്, അഡ്വാൻസ്ഡ് ആയപ്പോഴേക്കും ആളുകളെല്ലാവരും കൂടുതൽ വികസിച്ച്, അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവരുടെ ഇടക്കുണ്ടായിരുന്ന ആ സോളിഡാരിറ്റിനെയാണ് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അവിടെ മനുഷ്യർ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയി. പക്ഷേങ്കിൽ അപ്പൊ അവര് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പും കൂടുതൽ വർദ്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള സോളിഡാരിറ്റിനെയാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് വിഭജിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സോളിഡാരിറ്റികൾ അടുത്ത യൂണിറ്റിൽ പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റിയും അതിന്റെ വിശേഷതകളുമാണ്. അതിന്റെ ആ യൂണിറ്റിന്റെ ലാസ്റ്റ് ആയിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയും സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ ഓർഗാനിക് സോളിഡാരിറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അത് തമ്മിലുള്ള ആ വ്യത്യാസം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3-4 അതിന്റെ സ്ട്രക്ചറൽ ഫോംസിൽ, കണ്ടന്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസം എന്താണെന്നുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ശരിക്കും പഠിച്ചേക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് സോഷ്യൽ ഫാക്ട്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സോഷ്യൽ ഫാക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ സോഷ്യൽ ഫാക്ട്സ് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്, അതിൻ്റെ റൂൾസ് എങ്ങനെയൊക്കെയാണ്, അതെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ് objectively as things, Durkheim formulated the following 3 rules. ഒന്ന്, all preconceptions must be eradicated. ഇനി ഈ സോഷ്യൽ ഫാക്ട്സിനെ പഠിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട 3 റൂൾസ് അദ്ദേഹം അതിനെ തിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് 3 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഓൾ പ്രീ കൺസെപ്ഷൻസ് മസ്റ്റ് ബി ഇറാഡിക്കേറ്റഡ്. അവിടെ വരുന്ന എല്ലാ പ്രീ കൺസെപ്ഷൻസിനും ഇറാഡിക്കേറ്റ് ചെയ്യണം. മുൻധാരണകളെ എല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇത് പഠിക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത്. ഗവേഷകൻ ഈ കാര്യത്തിലേക്ക് കടന്നു വരേണ്ടത്. സെക്കൻഡ്, ദ സബ്ജക്ട് മാറ്റർ ഓഫ് എവരി സോഷ്യോളജിക്കൽ സ്റ്റഡി ഷുഡ് കംപ്രൈസ് എ ഗ്രൂപ്പ് ഓഫ് ഫിനോമിന ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ് ബൈ സർട്ടൻ common external characteristics, and all phenomena so defined should be included within the group. Subject matter of every sociological study should comprise a group of phenomena. ഒരു ഗ്രൂപ്പ് ഓഫ് ഫിനോമിന ആയിട്ടാണ് കാണാനുള്ളത്. ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ് ബൈ സർട്ടൻ കോമൺ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് ഓൾ ഫിനോമിന സോ ഡിഫൈൻഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ ആ ഗ്രൂപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ഡിഫൈൻ ചെയ്യണം. ഇൻ അഡ്വാൻസ് ബൈ സർട്ടൻ കോമൺ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് ആ കൺസെപ്റ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഓൾ ഫിനോമിന സോ ഡിഫൈൻഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ ഗ്രൂപ്പ്. വെൻ ദ സോഷ്യോളജിസ്റ്റ് അണ്ടർടേക്സ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സം ഓർഡർ ഓഫ് സോഷ്യൽ ഫാക്ട്സ്. ഇനി സോഷ്യോളജിസ്റ്റ് ഏതെങ്കിലും ഒരു ഏറ്റെടുത്തു വയ്ക്കുമ്പോൾ സം ഓർഡർ ഓഫ് സോഷ്യൽ ഫാക്ട്സ്, she must try to consider them from an aspect that is independent of their individual manifestations. അപ്പൊ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് മാറി നിന്നിട്ട്
വാല്യൂ ന്യൂട്രൽ ആയിട്ട് നിന്നിട്ട് നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങളെ നിരീക്ഷിക്കേണ്ടതും പഠിക്കേണ്ടതും. Two approaches used in the explanation of social facts and casual and functional. അത് ഒന്നും കൂടി നോക്കുക. The two approaches used in the explanation of social facts എന്നുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് കാഷ്വൽ, മറ്റത് ഫങ്ഷണൽ. ഇനി കാഷ്വൽ ഈസ് കൺസേണിങ് വിത്ത് എക്സ്പ്ലെയിനിങ് വൈ ദ സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ് ആ സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് കാഷ്വൽ. അതിന് functional explains a social fact by showing the need of the society that it fulfills. ഫങ്ഷണൽ എന്നുള്ള ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യണത് സോഷ്യൽ ഫാക്റ്റിൻ്റെ ആവശ്യം, സൊസൈറ്റിയിൽ ഏത് ആവശ്യമാണ് ആ സോഷ്യൽ ഫാക്റ്റ് ഫുൾഫിൽ ചെയ്യണതെന്ന് കാണിക്കാനാണ് ആ ഫങ്ഷണൽ അപ്രോച്ച് കാണിക്കുന്നത്. അപ്പോൾ കാഷ് ഈസ് കൺസേൺഡ് വിത്ത് എക്സ്പ്ലെയിനിങ് വൈ ദ സോഷ്യൽ ഫാക്ട് എക്സിസ്റ്റ്. Functional explains a social fact by showing the need of the society that it fulfills. Both are required to give a complete explanation of social fact. അപ്പോൾ ഈ സോഷ്യൽ ഫാക്റ്റിന് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ രണ്ട് അപ്രോച്ചസും ആവശ്യമാണ്. ഏതൊക്കെയാണ് അത്? ഒന്ന് കാഷ്വൽ ആൻഡ് ദ അതർ വൺ ഈസ് ഫങ്ഷണൽ. ഇനി കാഷ്വൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിനിങ് വൈ ദ സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻസ് എ സോഷ്യൽ ഫാക്ട് ബൈ ഷോയിങ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. Both are required to give a complete explanation of a social fact. Logically, casual explanation should come before functional explanation. ഇപ്പോൾ ലോജിക്കലി പറയണമെങ്കിൽ കാഷ്വൽ എക്സ്പ്ലനേഷൻ ആണ് കം ബിഫോർ ഫങ്ഷണൽ എക്സ്പ്ലനേഷൻ. ഫങ്ഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ കാഷ്വൽ എക്സ്പ്ലനേഷൻ വേണം. ബിക്കോസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്, ചില പരിസ്ഥിതികളിൽ ദ കോസ് ഗീവ്സ് us some insight into the possible functions. The cause gives us some insight into the possible functions. Though they are separate. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയതുകൊണ്ട് കോഷ്യൽ ആൻഡ് ഫങ്ഷണൽ ഈ രണ്ട് സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ദേ ആർ സെപ്പറേറ്റ്, ദർ ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. അപ്പോൾ ചിലപ്പോൾ കോസിന്ന് തന്നെ അതിൻ്റെ ഫങ്ഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് മറ്റേതിനെ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ട് ദേ ആർ സെപ്പറേറ്റ്, ദർ ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. ഈ കോസ് ആൻഡ് ഫങ്ഷണൽ അത് തമ്മിലൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ എക്സിസ്റ്റൻസ് ഓഫ് പണിഷ്മെന്റ് which is a social reaction. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയണത് ദ എക്സിസ്റ്റൻസ് ഓഫ് പണിഷ്മെന്റ്. പണിഷ്മെന്റിന്റെ എക്സിസ്റ്റൻസ് ഇസ് ഡ്യൂ ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ കളക്റ്റീവ് സെന്റിമെന്റ്സ്. കളക്റ്റീവ് സെന്റിമെന്റ്സിന്റെ ഡ്യൂ ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ കളക്റ്റീവ് സെന്റിമെന്റ്സ് കൊണ്ടാണ്. വിച്ച് ദ ക്രൈം ഒഫൻസ്. The function of punishment is to maintain these sentiments at the same degree of intensity. If offenses against them were not punished, the strength of the sentiments necessary for social stability would not be preserved. Appa the function of punishment is to maintain these sentiments at the same degree of intensity. If offenses against them were not punished, the strength of the sentiments necessary for social stability would not be preserved. rules for distinguishing between the normal and pathological. അത് ഒന്നും കൂടി നോക്കിയേക്കുക. Having given us rules for the observation of social facts, Durkheim makes a distinction between normal and pathological. Durkheim ഒരു ഡിസ്റ്റിങ്ഷൻ വെക്കുന്നുണ്ട് നോർമലും പാത്തോളജിക്കലും സോഷ്യൽ ഫാക്ട്സ് തമ്മിലുള്ള ആ വ്യത്യാസം. ഹി കൺസിഡേഴ്സ് ദീസ് ആസ്പെക്ട്സ് ഇമ്പോർട്ടൻറ്റ്. ഈ ആസ്പെക്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യണത്. ബിക്കോസ് ആസ് ഹി പോയിന്റ്സ് ഔട്ട് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹാസ് ബീൻ ഹെൽഡ് ബാക്ക് ടു എ ലാർജ് ഡിഗ്രി ബൈ ദ ടെൻഡൻസി ഓഫ്
many writers to consider as pathological forms of behavior, which were different from their own. അപ്പോൾ ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ പാത്തോളജിക്കൽ ഫോം ഓഫ് ബിഹേവിയർ പല ആളുകൾ പല രീതിയിലായിരിക്കും നിർവചിച്ചിട്ടുള്ളത്. ബട്ട് ഡർക്കിം എക്സ്പ്ലെയിൻസ് ദാറ്റ് സോഷ്യൽ ഫാക്ട് ഇസ് കൺസിഡേർഡ് ടു ബി നോർമൽ. അപ്പോൾ സോഷ്യൽ ഫാക്ട്സ് നോർമൽ എന്ന് കൺസിഡർ ചെയ്യണത് വെൻ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്, അത് ഏത് രീതിയിലാണ് നിലനിൽക്കേണ്ടത് ആ രീതിയിൽ നിലനിൽക്കുമ്പോഴാണ് അതിനെ നോർമൽ എന്ന് പറയുന്നത്. ഹി ഫർദർ ആഡ്സ് ദാറ്റ് എ സോഷ്യൽ ഫാക്ട് വിച്ച് ഈസ് ജനറൽ ടു എ ഗിവൺ ടൈപ്പ് ഓഫ് സൊസൈറ്റി ഈസ് നോർമൽ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ദാറ്റ് സോഷ്യൽ ഫാക്ട് വിച്ച് ഈസ് ജനറൽ, പൊതുവായിട്ടുള്ളത്, ടു ഗിവൺ എ ടൈപ്പ് ഓഫ് സൊസൈറ്റി, ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയിൽ ഒരു പൊതുവായിട്ടുള്ളൊരു സോഷ്യൽ ഫാക്റ്റിന് ഒരു പ്രത്യേക നിലനിൽപ്പുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ വെൻ ഇറ്റ് ഹാസ് യൂട്ടിലിറ്റി ഫോർ ദാറ്റ് സൊസൈറ്റൽ ടൈപ്പ്. As an illustration, he cites the case of crime. We consider crime as pathological. അദ്ദേഹം അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രൈമിനെ കാണിക്കുന്നത്. വി കൺസിഡർ ക്രൈം ആസ് പാത്തോളജിക്കൽ. ക്രൈം എന്ന് പറയുമ്പോൾ ഒരു കുറ്റം, അത് ഒരു പാത്തോളജിക്കൽ സ്റ്റേജ് ആണ്. ബട്ട് ഡർക്കിം ആർഗ്യൂസ് ദാറ്റ് ദോ വി മേ റെഫർ ടു ക്രൈം ആസ് ഇമ്മോറൽ ബിക്കോസ് ഇറ്റ് ഫ്ലോട്ട്സ് വാല്യൂസ് വി ബിലീവ് ഇൻ ഫ്രം സയന്റിഫിക് വ്യൂ പോയിന്റ്, ഇറ്റ് വുഡ് ബി ഇൻകറക്റ്റ് ടു കോൾ ഇറ്റ് അബ്നോർമൽ. ഇനി ക്രൈമിനെ എപ്പോഴും അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് സയന്റിഫിക് വ്യൂ പോയിന്റിൽ കൂടി നോക്കുമ്പോൾ അതിനെ അബ്നോർമൽ എന്ന് വിളിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പരിധിവരെ ക്രൈം ഒരു പരിധിവരെ എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാവും. ഫസ്റ്റ്ലി ബിക്കോസ് ക്രൈം ഈസ് പ്രസന്റ് നോട്ട് ഓൺലി ഇൻ ദ മെജോറിറ്റി ഓഫ് സൊസൈറ്റീസ് ഓഫ് വൺ പർട്ടിക്കുലർ ടൈപ്പ് ബട്ട് ഇൻ ഓൾ സൊസൈറ്റീസ് ഫോർ ഓൾ ടൈപ്സ്. ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ കുറച്ച് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല, എല്ലാ സൊസൈറ്റിയിലും എപ്പോഴും ഒരു പരിധിയിൽ ക്രൈം നിലനിൽക്കുന്നുണ്ടാവും. സെക്കൻഡ്ലി, ഇഫ് ദർ വെർ നോട്ട് ഒക്കേഷണൽ ഡീവിയേഷൻസ് ഓർ ഫ്ലൗട്ടിംഗ് ഓഫ് നോംസ്, there would be no change in human behavior, and equally important, no opportunities through which a society can either reaffirm the existing norms or else reassess such as behavior and modify the norm itself. For example, show that crime is useful to the normal evaluation of morality and law. ഇനി ചില സമയത്തൊക്കെ ഈ crime is useful to the normal evaluation of morality and law. അതിനുവേണ്ടി ഡർക്കിം കാണിച്ച ഒരു എക്സാമ്പിൾ ആണ് സോക്രട്ടീസിൻ്റെത്. ഡർക്കിം സൈറ്റ്സ് ദ കേസ് ഓഫ് സോക്രട്ടീസ് ഹു അക്കോർഡിംഗ് ടു ആഥൻസ് ലോ വാസ് എ ക്രിമിനൽ. ആഥൻസിന്റെ ലോ അനുസരിച്ച് അദ്ദേഹം ഒരു ക്രിമിനൽ ആയിരുന്നു. ഹിസ് ക്രൈം ബീങ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഹിസ് തോട്ട്, അദ്ദേഹത്തിന്റെ വിചാരങ്ങളുടെ സ്വതന്ത്രത കൊണ്ടാണ് അതൊരു ക്രൈമായിട്ട് അന്നത്തെ ഏതൻസുകാർ കണ്ടത്. ബട്ട് ഹിസ് ക്രൈം റെൻഡേർഡ് എ സർവീസ് ടു ഹിസ് കൺട്രി ബിക്കോസ് ഇറ്റ് സെർവ് ടു പ്രിപ്പയർ എ ന്യൂ മൊറാലിറ്റി ആൻഡ് ഫെയ്ത്ത്. പക്ഷെ അത് പിന്നീട് ഈ ക്രൈം എന്ന് അവർ വിചാരിച്ചത് ഒരു നല്ല കാര്യമായിട്ട് വന്ന് അത് സൊസൈറ്റിക്ക് ഒരു ന്യൂ മൊറാലിറ്റി ഫെയ്ത്തും കൊടുത്ത് വിച്ച് ആഥൻസ് നീഡഡ്, അത് ആഥൻസിന് ആവശ്യമുണ്ടായതാണ്. ഇറ്റ് ഓൾസോ റെൻഡേർഡ് എ സർവീസ് ടു ഹ്യൂമാനിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് ഫ്രീഡം ഓഫ് തോട്ട് എൻജോയ്ഡ് ബൈ പീപ്പിൾ ഇൻ മെനി കൺട്രീസ് ടുഡേ വാസ് മെയ്ഡ് പോസിബിൾ ബൈ പീപ്പിൾ ലൈക്ക് ഹിം. അപ്പൊ ഈ സോക്രട്ടീസിനെ പോലെയുള്ള ആളുകളുടെ ചിന്താഗതി, അവരുടെ വാക്കുകളും പ്രവൃത്തികളും ആണ് പിന്നീട് സ്വതന്ത്ര രൂപത്തിൽ ചിന്തിക്കാനും അത് വ്യക്തമാക്കാനും ആയിട്ടുള്ള ഒരു ശക്തി മനുഷ്യർക്ക് പ്രദാനം ചെയ്തത്. ഇറ്റ് ഓൾസോ റെൻഡേർഡ് എ സർവീസ് ടു ഹ്യൂമാനിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് ഫ്രീഡം ഓഫ് തോട്ട് എൻജോയ്ഡ് ബൈ പീപ്പിൾ ഇൻ മെനി കൺട്രീസ് ടുഡേ വാസ് മെയ്ഡ് പോസിബിൾ ബൈ പീപ്പിൾ ലൈക്ക്. ടൈപ്സ് ഓഫ് സോഷ്യൽ ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക.
സോഷ്യൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. ഡർക്കിം ബേസ്ഡ് സയന്റിഫിക് വിഷൻ ഓഫ് സോഷ്യോളജി ഓൺ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് സോഷ്യൽ ഫാക്ട്സ്. Social fact is that way of acting, thinking, or feeling, etc., which is more or less general in a given society. Durkheim treated social facts as things. They are real ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഡർക്കിം ഈ സോഷ്യൽ ഫാക്ടിനെ തിങ്സ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നാച്ചുറൽ സയൻസിന് എങ്ങനെ തിങ്സിനെ കുറിച്ച് പഠിക്കുന്ന ആ എംഫറിക്കൽ മെത്തേഡ് ഇവിടെ സോഷ്യൽ ഫാക്ട്സിനെ പഠിക്കാനും യൂസ് ചെയ്യാന്ന് അദ്ദേഹം പറഞ്ഞത്. ദേ ആർ റിയൽ ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വില്ലോ ഡിസയർ. ഇൻഡിവിജ്വൽസിന്റെ വില്ലോ ഡിസയറോ ഒന്നും കൂടാതെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നാണ്. ദേ ആർ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽസ്. ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽസ് ആണ്. അത് ഇൻഡിവിജ്വൽസിന് പുറത്താണ്. ദേ ആർ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് എക്സർട്ടിങ് കൺസ്ട്രെയിൻറ്റ് അപ്പോൺ ദം. പക്ഷേ അത് ഈ സോഷ്യൽ ഫാക്ട്സ് വ്യക്തികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദേ ആർ എക്സർട്ടിങ് കൺസ്ട്രെയിൻറ്റ്, ഒരു കടിഞ്ഞാണ്, ഒരു വിലക്ക്, ഒരു അധികാരം വ്യക്തികളുടെ മേൽ പ്രയോഗിക്കുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് ദേ ആർ കൊറസീവ് ഇൻ നേച്ചർ. ഫർദർ സോഷ്യൽ ഫാക്ട്സ് എക്സിസ്റ്റ് ഇൻ ദെയർ ഓൺ റൈറ്റ്. They are independent of individual manifestations. The true nature of social facts lies in the collective or associational characteristics inherent in society. Legal codes and customs, moral rules, religious beliefs and practices, language, etc. are also social facts. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള കുർബാന ക്രമം, ഇതൊക്കെ സോഷ്യൽ ഫാക്ട്സ് ആണ്. അപ്പൊ ആ രീതി, അതുപോലെ നിലനിൽക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതെല്ലാം സോഷ്യൽ ഫാക്ട്സ് ആണ്. ഇനി സോഷ്യൽ ഫാക്ട്സ് ഒരു നമ്മുടെ മേലൊരു കടിഞ്ഞാണിടണ്ടെന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് പോകുമ്പോൾ അത് ശരിക്കും മനുഷ്യർക്ക് വ്യക്തമാകും. ഇപ്പോൾ കേരളത്തിന്റെ ഒരു വസ്ത്രധാരണ രീതി എടുത്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാര് മുണ്ടും ഷർട്ടും, അതുപോലെ സ്ത്രീകൾ സാരിയും ധരിക്കുക സാധാരണ രീതി. ഇനി ചിലപ്പോൾ പുരുഷൻ പാൻറ്റോ അല്ലെങ്കിൽ ഷർട്ട് ടീഷർട്ടൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസം അവൻ ജോലിക്ക് പോകുമ്പോൾ സാരി ഉടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ രീതിക്ക് ആചാരത്തിന് എതിരാണ്. അപ്പൊ അവിടെ ആളുകളൊന്നും അവനെ ചെയ്യില്ലായിരിക്കും, പക്ഷെ അയാൾ അവിടെ ഒറ്റപ്പെടും. അത് കളിയാക്കലിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടലിനൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പോ കേരളത്തിലാണെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ, ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നത് അത് ആ ആചാരത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷെ അത് സുപ്രീം കോടതി അനുസരിച്ച് നിയമാനുസൃതം വേണമെങ്കിൽ പോകാമെന്ന് സമ്മതിച്ചിട്ടും അതിന് ആ സമയത്ത് വളരെയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സോഷ്യൽ ഫാക്ട്സിന്റെ ആ ഒരു എഫക്റ്റാണ്. അതിനെ മറികടക്കാൻ നോക്കിയപ്പോൾ അവിടെ വന്ന ആ രീതി. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഹോട്ടലുകളിൽ കേരളത്തിൽ പാറ്റ വറുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ പട്ടിയിറച്ചി ഭക്ഷണമായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതി അല്ല അത്. അപ്പോൾ അവിടെ അതിന് എതിരായിട്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും കടക്കാരെ അവിടെ നിന്ന് ഓടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അത് നിലനിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഭാഷ, നമുക്കിപ്പോ മലയാളിയുടെ ഭാഷ മലയാളമാണ്. ഇവിടെ ഒരുത്തം വന്നിട്ട് ജപ്പാൻ ഭാഷ അറിയൂ, ജപ്പാനിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അയാൾ മലയാളം പഠിച്ചിട്ട് മലയാളത്തിൽ പറയേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ പുറത്ത് ജപ്പാനിലേക്ക് തന്നെ തിരിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെ ഈ ഭാഷ, വസ്ത്രധാരണ രീതി, വിചാരം, ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം മനുഷ്യന് പുറത്തുള്ളതാണ്. പക്ഷെ മനുഷ്യനിൽ വളരെയധികം ശക്തി അത് ചെലുത്തുന്നുണ്ട്. അതിനെ വിച്ഛേദിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു കടിഞ്ഞാൻ കൊണ്ടുവന്ന് നിലനിർത്തി ആ സോഷ്യൽ ഫാക്ട്സിനെ കീപ്പ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വേ ഓഫ് ആക്ടിങ്, തിങ്കിങ് or feeling etc., which is more or less general in a given society. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ അത് ആക്ടിങ് ആകാം, തിങ്കിങ് ആകാം, ഫീലിംഗ് ആകാം, എന്തെങ്കിലും ആവാം. ദാറ്റ് ഈസ് വിച്ച് ഈസ് മോർ ഓർ ലെസ് ജനറൽ ഇൻ എ ഗിവൺ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ജനറൽ ആയിട്ടുള്ള ദ വേ ഓഫ് ആക്ടിങ്, വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ഫീലിംഗ് എക്സെട്ര. ഡർക്കിം ട്രീറ്റഡ് സോഷ്യൽ ഫാക്ട്സ് as things. They are real and exist independent of the individual's will or desire. ഇൻഡിവിജ്വൽസിന്റെ വില്ലോ ഡിസയർ ഒന്നും അർഹിച്ചിട്ടല്ല, അത് സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇൻഡിവിജ്വൽ
ജനിക്കുന്നതിന് മുമ്പും അത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അയാൾ ജീവിക്കുമ്പോഴും ഉണ്ട്. ഇനി മരിച്ചു പോയാലും അത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. ദേ ആർ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് എക്സർട്ടിങ് കൺസ്ട്രെയിൻറ്റ് അപ്പോൺ ദം. ഇൻ അതർ വേർഡ്സ്, they are corrosive in nature. Further, social facts exist in their own right. They are independent of individual manifestation. The true nature of social facts lies in the collective or associational characteristics inherent in society. Legal codes and customs, moral rules, religious beliefs and practices, language, etc. are social facts.